എന്താ അവിടെ എന്താ സുഖനി കിടന്ന് പൊളിക്കണം വാള് കാണാല്ല അത്ര പാത്രം കഴുകുക അപ്പഴേ ഇതിലൊതുങ്ങി ഒതുക്കിയതാണ്. എന്താ നല്ല ഇങ്ങോട്ട് ഇട്ട് ഇളക്കുമ്പോൾ കയ്യിൻ്റെ ഒരു ഇത് ചെറിയൊരു ഭാഗം വേദന ആണല്ലേ. ഇത് നിറഞ്ഞു കേട്ടോ. നമ്മൾ ഇന്ന് ഞായറാഴ്ച അല്ലേ നമ്മൾ അധികം സ്പെഷ്യൽ ഉണ്ടാക്കുക. ഇന്ന് നമ്മൾ അവരങ്ങോട്ട് പോണത് ഞായറാഴ്ച അല്ലേ സ്പെഷ്യൽ ഉണ്ടാക്കുക. ഇന്നിപ്പോൾ ഉണ്ടാക്കിയിട്ടാ. ഇന്ന് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരല്ല കുട്ടികൾ വന്നിട്ടുണ്ട്, പണിക്കാരുണ്ട്, നമ്മളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം എന്നാ നെയ്ച്ചോറല്ല കേട്ടോ. എന്താ തിരക്കിട്ട എന്താ ഒരു ചർച്ച പടങ്ങനെ ചില്ലറ ചർച്ച എന്നല്ല അവിടെ. അതിനി എന്താ നാളത്തെ കഴിഞ്ഞ 27 ദിവസമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഫംഗ്ഷന്. അപ്പൊ ഡ്രസ്സ് നമ്മൾ കടയിൽ പോയി നോക്കിയപ്പോൾ കിട്ടിയില്ല. അപ്പൊ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ അടിക്കണ ഒരു ഏട്ടൻ്റെ കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പൊ അവരടിച്ചു തരാന്ന് പറഞ്ഞു. ആ ഡ്രസ്സ് കൂട്ടുകാരന് മാത്രമൊന്നുമില്ല, അവര് സ്റ്റിച്ച് ചെയ്തിട്ട് വലിയ വലിയ ഷോപ്പുകൾക്ക് കൊടുക്കണതാണ്. അതാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഓർമ്മ വന്നില്ല. നമ്മള് ആദ്യമായിട്ടാണ് ചെയ്യണത് ഇല്ലേട്ടാ. നമ്മളെന്താ വെച്ചാ ഞാനുള്ള കാര്യം പറയല്ലോ. ഞാനൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ പറയാലോ, ഞാനൊരു 500 രൂപയുടെയൊക്കെ ഉള്ളിലുള്ള ഡ്രസ്സുകളെ എടുക്കുള്ളൂ. എന്താ കാരണം എവിടേക്കെങ്കിലും പോകുമ്പോഴൊക്കെ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷന് നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ എടുക്കാൻ നോക്കുമ്പോൾ അതിനൊക്കെ 2000 2500 എന്നൊക്കെ പറയുമ്പോൾ അല്ലേ നമ്മളക്ക് ഒരു ഡ്രസ്സ് പോരല്ലോ ഇല്ലേട്ടാ, എല്ലാവർക്കും വേണ്ടേ. അപ്പം അത് ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് നമുക്ക് അത്ര ചിലവാക്കാൻ നമ്മുടെ കയ്യിൽ വേണ്ടേ. ഉള്ളത് എല്ലാവർക്കും ഒപ്പിക്കേണ്ട ഒരു രീതിയിലാണ്. അപ്പൊ ഇവരാണെന്ന് വെച്ചാൽ തുണി എടുത്ത ആകെ ചിന്തിച്ച് അമ്മമാർക്കുള്ള സാരിയോ സുകന്യ അതല്ലമ്മ സുകന്യ അറിയണേ. ഞങ്ങള് 3 പെണ്ണുങ്ങളും ഒരേ ഉയരാണ് കേട്ടോ. ഒരേ എന്താ അതിൽ തടി മാത്രം വ്യത്യാസമുള്ളൂ. ഇന്നേക്കാലം തടിയില്ല. ഇന്റെ എത്ര തടിയുണ്ട് ഇല്ലേ രജിത അല്ലേ? ഞാനവളും മറ്റവള് കുറച്ചും കൂടി. അപ്പോൾ ഇപ്പം കാണുമ്പോൾ പറയേണ്ട ആൾക്കാർ കുറച്ചും കൂടി തടിയുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഒരേപോലെയായിരുന്നു സതിയൻ്റെ കല്യാണത്തിന്. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ രജിത കുറച്ച് തടി ഉണ്ടായിരുന്നു. എന്താ ഞാനും നിമ്മിയൊക്കെ ഒരേപോലെയായിരുന്നു കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തും. ഇപ്പം എന്താണെന്നറിയില്ല. എന്താ നമ്മൾ വയസ്സാവും തോറും അനുസരിച്ച് മാറ്റങ്ങൾ വരുമല്ലോ അല്ലമ്മ. അപ്പോൾ അങ്ങനെ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് എന്നെ കാണുമ്പോൾ കുറച്ച് ഞാൻ ക്ഷീണിച്ച പോലെ ഉണ്ട് എന്നുള്ളത്. അത് ശരി കേട്ടോ, എനിക്കും തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര ക്ഷീണം. ഞാനിങ്ങനെ പറയുക വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം മനസ്സമാധാനത്തോടെ ഒരു 4-5 ദിവസം റെസ്റ്റ് എടുക്കാനാണ്. അതിൻ്റെ മുമ്പേനെ ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടി വരുന്ന തോന്നുന്നു 2 ദിവസം കഴിഞ്ഞാൽ. ഏകാദശി വിളക്കൊന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാ. മറ്റന്നാ ഏകാദശി ഇന്ന് നാളെ മറ്റന്നാ ഏകാദശി വിളക്കാണ് കേട്ടോ. അപ്പം എന്നാൽ അവർ വന്നതും കൊണ്ട് നമ്മൾ റൈസ് ഉണ്ടാക്കി മാറ്റി വെച്ചു. അപ്പോൾ ഇറച്ചി അതിൽ വെക്കുമ്പോഴേ ആ പാത്രത്തേക്കായിട്ട് ഇങ്ങനെ ഇതാവുകയാണ് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പുതിയ വീടിൻ്റെ അവിടെ ഇപ്പുറത്തെ സൈഡിൽ വാഴകളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ വാഴകളൊക്കെ വെട്ടി അവിടെ ഒരു മിറ്റം പോലെ ആക്കിയിട്ടോ. നമ്മൾ ഇപ്പം ഒന്ന് നല്ലൊരു വൃത്തിയായില്ലമ്മ അവിടെ. 4 ഭാഗം മിറ്റായി. മിറ്റല്ലോ പറഞ്ഞത് സങ്കടപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ മിറ്റായി. ഇനി അവിടെ ഒതുങ്ങിയിട്ട് എന്താ ഇവിടെ ഉള്ള ആ മെറ്റലുകൾ അവിടെ കൊണ്ട് എന്താ നീല ടാർപ്പായ ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മെറ്റലുകൾ ഇട്ടാൽ മതി കേട്ടാ. എന്നാൽ പിന്നെ ആവശ്യത്തിന് നമുക്ക് അത് എടുക്കുകയും ചെയ്യാലോ. പറ്റില്ലേ? കഴുകിയാൽ മതിയല്ലോ അല്ലമ്മ. അപ്പം അത്രയും ഇതാവില്ല. ഇനി കിണറിനും കൂടി നമുക്ക് ഗ്രില്ലിടണം കേട്ടോ. അതിന് അവർ മലയ്ക്ക് പോയിരിക്കുകയാണ്. മലയ്ക്കൊക്കെ പോയി വരട്ടെ. എന്നിട്ട് ഉപ്പ് കമ്മി വന്നുണ്ട്. അമ്മയ്ക്ക് സാരി എടുക്കണ്ടേ ആ കളറ്? നിന്റെ യൂണിഫോം കൂടെ എന്താ പോണ വേണ്ടപ്പാ ഏട്ടാ. അമ്മയ്ക്കൊക്കെ ഉള്ളത് മതി ഇത്രേ. അമ്മയ്ക്കും അവിടത്തെ അമ്മയ്ക്കും ഉള്ളത് മതി എന്നാ പറഞ്ഞത്. ഓണത്തിനെടുത്തതുണ്ട്, പിന്നെ നാളെ കിട്ടിയതുണ്ട്. അപ്പൊ പിന്നെ വേണ്ട. ആയിക്കോട്ടെ.
ഓ എന്തായാലും കുഴപ്പമില്ല. എന്താ എന്തിനാ വെറുതെ ഇങ്ങനെ വാങ്ങണെന്ന്? പെരിച്ചാഴി കയറുന്നോ? പെരിച്ചാഴി കയറുന്നോ? എലിയും പെരിച്ചാഴിയും കയറുകയാണെന്ന്. എവിടേക്ക്? അലമാരുടെ ഉള്ളിലെ തുണികൾ അടുക്കി വെച്ചിട്ടേ. ഞാൻ ആരെങ്കിലും വരുമ്പോ കൊടുത്തോളി. ഇന്റെ അതിപ്പോ അങ്ങനെ പറഞ്ഞിട്ട് ഓണത്തിനൊരു തുണി എടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? അതിപ്പോ എല്ലാവർക്കും എടുക്കുമ്പോ ഒരാൾ ഒന്നും എടുത്തില്ലാതെ പറഞ്ഞിട്ട് എടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ അമ്മയ്ക്ക് സങ്കടം തോന്നില്ലേ? എന്താ എല്ലാവരും ഒരാളുടെ ഇടയ്ക്ക് ഒരു തുണി എടുത്തന്നില്ല തോന്നില്ലേ? 4 മക്കളുടെ എതിർക്ക് ഒരു തുണി കിട്ടിയില്ല എന്ന് തോന്നില്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അധികമായിട്ടല്ലേ? അത് കുഴപ്പമില്ല, ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇല്ലെങ്കിൽ പിന്നെ അത് മാത്രല്ല, ഇത് നമ്മുടെ ഒരു 6 കൊല്ലത്തെ കാത്തിരിപ്പാണ് നമ്മുടെ ഒരു വീട് എന്ന് പറയുന്നത് കേട്ടാ. അപ്പോൾ ആ ഒരു കാത്തിരിപ്പിന് നമ്മൾ എത്ര എങ്ങനെയാ പറയുക വെച്ചാൽ ഒരു 250 അല്ലെങ്കിൽ ഒരു 350 രൂപയ്ക്ക് ചെലവാക്കിയ സന്തോഷത്തിന് വേണ്ടിയിട്ട് മറ്റേതും നമ്മൾ സങ്കടമായിട്ട് തരുന്നത് അമ്മയ്ക്ക്. എന്താ അമ്മ അങ്ങനെ കൂട്ടം ഒക്കെ സന്തോഷമായിട്ട് തന്നെ ഉള്ളൂ, അല്ലാണ്ട് സങ്കടമായിട്ട് തൊഴിലെടുത്ത് തരും അങ്ങനെ പറയൂല്ലേട്ടാ. എന്ത് സാധനം വാങ്ങി തരുമ്പോഴും സന്തോഷത്തോടെ തന്നെ വാങ്ങി തരുന്നത്. നമുക്കത് ചില സമയത്ത് വാങ്ങിത്തരാൻ പറ്റണില്ലെങ്കിലോ എന്നുള്ളൊരു വിഷമേ ഉള്ളൂ അല്ലേ? അല്ലാതെ നമുക്ക് അങ്ങനെ എന്താ ചിലര് പറയണ പോലെ ഇതാട്ടോ നമ്മുടെ ചിക്കൻ കണ്ടില്ലേ ആവാറായി. ഇനി അവർക്ക് കൊടുക്കുക. ഇല വെട്ടുക, വന്ന ഇലയിലാണ് പറഞ്ഞാൽ വേഗം പെടുത്തം വിടും. ഇല അവിടെ വെട്ടി വെച്ചിട്ടുണ്ട് പുതിയ വീടിൻ്റെ അവിടെ. ഇതിനെ പോയാൽ മതി ഇല ചീന്ത് കൊണ്ടുവരാന്. ഇലയിലാണ് പറഞ്ഞ വെച്ചാൽ എന്താണെന്നറിയോ, ചൂടാറും ചെയ്യും, വേഗം ചൂട്. പിന്നെ ഇലയിൽ കഴിക്കുന്നതിനൊരു ടേസ്റ്റും ഉണ്ട് അല്ലേ? എന്താ ചോട്ടിലിരുന്നൊന്ന് കഴിച്ചു നോക്കട്ടെ അല്ലേ? അപ്പൊ ഒന്ന് കുറുകണം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ടേ. കണ്ടോ 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 കടല് കണ്ടോ? വെള്ളച്ചോറ് വെള്ളച്ചോറല്ലേ? വെള്ളച്ചോറ് പറഞ്ഞ വെള്ള കളർ ചോറ് ഞാൻ എന്താ സാലഡ് അമ്മുട്ടി ഇതിൽ കുറച്ച് കറിവേപ്പിലിട്ട് വെക്കി കൊടുക്ക്. അത് വേണ്ടാന്നോ? അപ്പോൾ ഇത് നമുക്കില്ലേ അച്ചാറുണ്ട് കേട്ടോ. പിന്നെ ദേഷ്യം വരാതിരിക്കോ? പിന്നെ വെള്ളച്ചോറല്ലേ ഇത്? വൈറ്റ് റൈസ് അറിയില്ലേ? അതാണ് സംഭവം, അതാണ് വെള്ളച്ചോറ്, പഴഞ്ചോറല്ല. ഞാൻ അതെല്ലാം പറഞ്ഞു. ഇത് എന്താ മാങ്ങഞ്ചി കൊണ്ട് അച്ചാറ് ഇത്രയില്ല കേട്ടോ, 3-4 എണ്ണം ഉണ്ട്. ഇതെന്താ വെച്ചാൽ ഒന്ന് പെങ്ങളുടെ വീട്ടിക്ക്, ഒന്ന് പെങ്ങളുടെ വീട്ടിക്ക്, ഒന്ന് അനിയൻ്റെ വീട്ടിക്ക്, ഒന്ന് എന്താ ഇവിടെ പണിക്ക് വരുന്നവർക്ക് വേണം പറഞ്ഞിരുന്നു കേട്ടോ. ചേച്ചി ഇത് എവിടെ നിന്നാ കിട്ടുക, നല്ല രസമുണ്ടല്ലോ. അപ്പം നമ്മളവർ നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഇതായിരിക്കുമല്ലോ കേട്ടോ, ഇതൊക്കെയുള്ളതാണ്, ഇതൊക്കെ മാത്രമുള്ളതാണ്. ഏട്ടന് പാടല്ലോ? വേണം, ഞാൻ തിന്നോളാം. ഞാൻ എടുത്തോളാം. അമ്മയ്ക്ക് കാഞ്ചീപുരം എടുക്കാൻ വിചാരിച്ചിട്ടാണ്. വാഴ അങ്ങനെ വെട്ടിവെച്ചിട്ടുണ്ട്, മൊത്തത്തിൽ വെട്ടിച്ചല്ല. അതിനവിടെ മൊത്തം വെട്ടിയേ, ആ വാഴ വെട്ടിക്കളഞ്ഞ ഇലയാണ് ഇതിന്റെ. അവിടെ മൊത്തം പുഴക്കിട്ടോ. അവിടെ കാണിച്ചു തരാ. നമുക്ക് മിറ്റല്ല പറഞ്ഞല്ലേ, ഇപ്പൊ മിറ്റായി. ഇഷ്ടംമാതിരി വൃത്തിയായി ഇപ്പൊ അല്ലേ? ദേവമാമേ വന്നു. എങ്ങനെയുണ്ട് ബിരിയാണി? ഇഷ്ടായോ അച്ചു? എന്താ അച്ചു ഒന്നും പറയില്ലല്ലോ. പൊന്നു അണക്ക് ബിരിയാണി വേണ്ടേ? ഡാ പൊന്നുസേ, നോക്കിയൊക്കെ ബിരിയാണി വേണ്ട, ഒന്നും വേണ്ട. ആ ഫോണൊന്ന് വാങ്ങിക്കാമോ? നോക്കിയൊക്കെ ഈ തിരക്കിൻ്റെ. എവിടെ? എൻ്റെ കുട്ടി ഇതൊക്കെ അറിയില്ല. ഫോൺ കൊടുത്ത മാമുണ്ടാണ്. അപ്പം കണ്ടില്ലേ ഫോൺ വാങ്ങിച്ചപ്പോൾ കഴിക്കുന്ന സുഖന്നെ. അണക്കതൊന്നും അറിയില്ല, അതുകൊണ്ടാണ്. അപ്പം എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടപ്പോൾ നോക്കിയൊക്കെ വയറ് നിറച്ച് കഴിക്കണ്ട പൊന്നാ. എന്താ കുഞ്ഞ അവര് നിന്റെ കഴിഞ്ഞോ? എപ്പോഴപ്പം നീ കഴിച്ചത്? എന്തേ
ഏ അമ്മ എന്താ കഴിക്കാത്ത? കിച്ചു എങ്ങനെയുണ്ടാ? ഫാൻ ഇടായിരുന്നില്ലേ? ചൂടില്ലേ ഇത്? അതെ. സാധാ ചോറ് കഴിച്ച സുകന്യ അല്ല, ബിരിയാണി ചോറ് കഴിച്ച സുകന്യ. സാധാ ചോറ് ഞാൻ സാധാ ചോറൊക്കെ തിന്നാൻ പോവാണോ? അവര് പണിക്ക് ഇന്നലെ അവരുടെ വീട്ടില് ബിരിയാണി ആയിരുന്നു അത്രേ. മതി മതി, ആ പ്ലേറ്റ് കൊള്ളില്ലേ നീ. അവര് ഭക്ഷണം കഴിച്ചു. എങ്ങനെയുണ്ട് സുകന്യ? കഴിച്ചോ? അനക്ക് കാണുമ്പോ പറ. ഞാൻ പറഞ്ഞോ, ഇത് കഴിക്കുമ്പോ പറയുന്നേ. നന്നായില്ലേ? ബിരിയാണി ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം ആയല്ലോ അല്ലേ? കുറച്ചൊരു ഇതായിട്ട് അപ്പൊ ഒലച്ച് വരുന്നുണ്ട്. കണ്ടോ? കുറച്ചൊക്കെ വരില്ലേ? നല്ല കട്ടയിട്ടൊന്നുമില്ല. പക്ഷെ അവർക്ക് നല്ല ഇഷ്ടമായി അല്ലേ? അവര് പറയുന്ന കേട്ടില്ലേ ഇങ്ങനെ വേണമെന്ന്. കുറച്ചൊരു വേവില്ലെങ്കിൽ ശരിയാവില്ലാണ്. സ്ഥിരം വാങ്ങണ അരി തന്നെ വാങ്ങിയത്. എന്തിനാ മാറ്റി വാങ്ങണത്? ഇങ്ങനത്തെ അരി വാങ്ങണത് പറഞ്ഞു. ഞാൻ കടയിൽ അരി ഇല്ലാത്തത് കൊണ്ട് വാങ്ങണത്. അരി ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അത് കാരണം ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ. ഞങ്ങള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോ അച്ചുല്ലേ ഏട്ടന് ഒരു സമാധാനം കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അച്ചുവിനൊരു വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മള്. അപ്പൊ ആ വാച്ച് ഒന്ന് വരാണ്ട് അച്ചുവിന് സമാധാനം ഒന്നുമില്ല. അച്ഛൻ്റെ വാച്ച്, അച്ഛൻ്റെ വാച്ച്. ഈ ഒരു അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ. ഞങ്ങള് കഴിച്ചിട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഒരു നേരം ഒന്നും കാണിക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതാണ്ടോ നമ്മുടെ നോക്ക് കഴിഞ്ഞു. നോക്ക് റൈസ് നോക്കിയിട്ട് അന്ന് ആളുണ്ടല്ലോ. അപ്പൊ ഞങ്ങള് എന്താ കഴിക്കട്ടെ. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. ബൈ, സീ യു.